ഈ തൊപ്പി വെക്കാതെ പോയാൽ കല്യാണം കൂടി തിരിച്ച് വീട്ടിലെത്തൂല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് തൊപ്പി വെച്ച് തന്നെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മളെ കൂട്ടുകാരെയൊക്കെ കുറേ ആയി കണ്ടിട്ടില്ല. നമ്മൾ പ്രിയപ്പെട്ട രമ്യക്കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു, വിനീതനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു കേട്ടോ. കാണാനില്ല അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കല്യാണത്തിന് പോകണം അന്നാണേ. നേരം വെളുത്ത് എല്ലാവരും പല വഴിക്കാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും കല്യാണത്തിന് കെട്ടിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നാൽ പിന്നെ ഏതായാലും കെട്ട് കഴിഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പാർലറിലൊന്ന് കയറി ത്രെഡ് ചെയ്തു കേട്ടോ. ആകപ്പാട് ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു അധിക ചിലവ് എന്ന് പറയുന്നത് ഈ ഒരു 60 രൂപേൻ്റെ ചിലവ് മാത്രമേ കേട്ടോ. വേറെ ഒന്നും കാര്യമായിട്ട് ഇതുവരെ ചെയ്യാൻ പോയിട്ടില്ല കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നേരെ കടയിൽ വന്നൊരു ഫോട്ടോഷൂട്ടും വീഡിയോ പിടുത്തമൊക്കെ കഴിഞ്ഞു നേരെ മുക്കത്തിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ കല്യാണ വീട്ടിലേക്ക് പോണ വഴി എനിക്കൊരാഗ്രഹം, എന്നാൽ പിന്നെ ലേശം മുല്ലപ്പൂവും കൂടെ വാങ്ങാനേ. അങ്ങനെ മുല്ലക്കടയിൽ കയറിയപ്പോൾ എന്താ രസം, അവിടെ മുല്ലപ്പൂ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പഴയ മുല്ലപ്പൂ ഉണ്ട്, അതാണെങ്കിൽ ചേച്ചി കുഴപ്പമില്ലെങ്കിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചേച്ചി ലാഭമായല്ലോ. അങ്ങനെ പുതിയത് വാങ്ങാൻ 150 കൊടുക്കണം, ഇത് പഴയത് വാങ്ങിയതുകൊണ്ട് 20 രൂപയ്ക്ക് നമുക്ക് തലകറയെ പൂ കിട്ടിട്ടോ. അങ്ങനെ നമ്മൾ നേരെ കല്യാണ വീട്ടിൽ വന്നപ്പോഴത്തേക്കും കല്യാണത്തിൻ്റെ കെട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ വരുന്നത്, കെട്ട് കഴിയാണ്ട് നിൽക്കുമോ, മുഹൂർത്തത്തിന് കെട്ടണ്ടേ. അങ്ങനെ എന്താണെങ്കിലും വീട്ടിൽ ചെന്നപ്പോൾ അമ്മായിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. നമ്മളവിടെ കഥയൊക്കെ പറഞ്ഞ് കളിയൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അമ്മായി പറഞ്ഞു, എൻ്റെ യൂട്യൂബ് കാണുമ്പോൾ എൻ്റെ മോളെ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞു അമ്മായി. എന്താക്കാനാ, വിഷമമുണ്ടായിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു നിന്നു. അപ്പോഴത്തേക്കും കെട്ടി ചെക്കനും പെണ്ണും വരുന്നുണ്ട് എന്ന് അറിഞ്ഞു കേട്ടോ. പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വേജാറും ടെൻഷനുമായിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ടാവുക അമ്മായി ആദ്യമായിട്ടായിരിക്കും കേട്ടോ. ഞാൻ ഓർത്തു, ഇത്രയും കാലം വിളക്ക് കത്തിച്ച് വെക്കുന്ന സമയത്തും ഇതുപോലെ തീ തിന്നിട്ടുണ്ടാവില്ല. ഈ ഒരു ദിവസം വിളക്ക് കത്തിക്കുമ്പോൾ അമ്മായിയമ്മയ്ക്കും വിളക്ക് പിടിക്കുമ്പോൾ മരുമകൾക്കും ഉണ്ടാകുന്ന ഒരു ടെൻഷൻ നമ്മളൊക്കെ അനുഭവിച്ച് പോകുന്നതാണേ. ഈ വിളക്കിൻ്റെ തിരിയെങ്ങാനും കെടുവോ എന്നുള്ള ബേജാറാണ് അമ്മായിക്ക്. വിളക്കിൻ്റെ തിരി കെട്ടാൽ അമ്മായിക്ക് കുഴപ്പം, വിളക്കിൻ്റെ തിരി മരുമോളെ കയ്യിൽ നിന്ന് കേട്ടാൽ മരുമോൾക്ക് കുഴപ്പം. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ നാട്ടിലെ ആളുകളുടെ ഒരു രീതി കേട്ടോ. കാറ്റുകൊണ്ട് കെട്ടതാണെന്നോ അല്ലെങ്കിൽ വേറെ എണ്ണയിൽ തിരി താണു പോയതാണെന്നോ ആൾക്കാർ ചിന്തിക്കില്ലല്ലോ. അപ്പോൾ ഈ വെപ്രാളം വേജാറും പാവം അത് വേർത്ത് കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതാ മിടുക്കി കുട്ടിയായിട്ട് നമ്മൾ അനിയത്തിക്കുട്ടി അനിയൻകുട്ടൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാല് കഴിച്ച് കയറ്റുക എന്നുള്ളത് നമ്മളൊരു ആചാരപ്രകാരം ചെയ്യുന്ന കാര്യമാണല്ലോ. അങ്ങനെ കാലൊക്കെ കഴുകി നമ്മൾ അരിയും പൂവൊക്കെ എറിഞ്ഞ് വിളക്കെടുത്ത് നമ്മൾ കല്യാണം പെണ്ണും ചെക്കനും ഇതാ വീട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. എന്തോ ഒരു മനസ്സിൽ തീയും വെച്ചാണ് അമ്മായി ആ വിളക്ക് കൈ കൊടുക്കണമെന്ന് അറിയോ. ഈശ്വരാ കെട്ടുപോലെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതുവരെ വിളക്ക് കത്തിച്ചപ്പം ഇതുപോലെ അമ്മായി പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. വിളക്കിൻ്റെ തിരി കടരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. മറ്റേത് നമ്മൾ സന്ധ്യയ്ക്ക് നാമം ചൊല്ലാൻ വിളക്ക് വെക്കുമ്പോൾ വിളക്ക് കൊണ്ടുപോയി വെക്കുന്നു, നാമം ചൊല്ലുന്നു, എഴുന്നേറ്റ് പോരുന്നു, യാതൊരു ബേജാറും ടെൻഷനും ആവശ്യമില്ലല്ലോ. അങ്ങനെ എന്തായാലും വേണ്ടില്ല, വിളക്ക് കൈ കൊടുത്തു. ഒരു വിധത്തിൽ പാവം കുട്ടി അവളും ഒരുപാട് ടെൻഷനായിട്ടുണ്ടാവും കേട്ടോ. ആ തിരിയെങ്ങാനും എണ്ണയിൽ വീണു പോയാൽ പിന്നെ ഉള്ളൊരവസ്ഥ ഓർക്കാൻ വയ്യല്ലോ. അങ്ങനെ എന്തായാലും നമ്മളെ നാട്ടിലെ ഓരോരോ ആചാരങ്ങളല്ലേ. പക്ഷേ വിളക്ക് വെച്ച് കയറുന്നത് അനുഗ്രഹം നല്ലൊരു കാര്യം തന്നെയാണ് താനും. അങ്ങനെ എന്തായാലും വേണ്ടില്ല, മനോഹരമായിട്ട് തന്നെ ഒരു തിരി പോലും കെടാതെ അവർ രണ്ടുപേരും അത്രയും കെയറിങ് കൊടുത്തിട്ട് തന്നെ കേട്ടോ വിളക്ക് കൊണ്ട് അകത്തെത്തിയത്. പിന്നീട് അങ്ങോട്ടായിരുന്നു ഒരു ഫോട്ടോഷൂട്ട്. ഞാൻ എൻ്റെ ഫോണും കൊണ്ട് പുറകെ നടന്ന് അനിയൻകുട്ടൻ പറഞ്ഞു, ഏതായാലും ചേച്ചി ഫോണും കൊണ്ട് നടക്കല്ലേ, പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് അമ്മായി പാല് കൊടുക്കലായിരുന്നു. കാലിൽ കിടത്തിയും മടിയിലിരുത്തിയും പാല് കൊടുത്ത മകന് ഇന്ന് സ്പൂൺ കൊണ്ട് പാല് കോരി കൊടുക്കാൻ അമ്മായിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. വായി കൊടുക്കണ പാലെല്ലാം സൈഡിലൂടെ ഒഴുകുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞു, ഇന്ന് അതിൻ്റെ ടവല് വേഗം തുടച്ചോളാൻ പറഞ്ഞ് ഇട്ട് കൊടുത്തു കേട്ടോ. സംഭവം അമ്മായിക്ക് പേടിയാണ്. ടെൻഷനായാൽ അങ്ങനെയാണല്ലോ. ഞാനും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മളും ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നതാണല്ലോ. നമ്മൾ വാങ്ങി കുടിച്ചു പോന്നു, ഇനിയിപ്പോൾ കൊടുക്കാനാവുന്നല്ലേ ഉള്ളൂ. പിന്നെ പാല് കൊടുക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചടങ്ങെന്ന് പറയുന്നത് പഴം കൊടുക്കലാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ പഴം കൊടുക്കുന്നത് കണ്ടാലും തിന്നുന്നത് കണ്ടാലും നമ്മൾ ചോദിക്കും, ഇത് ആദ്യമായിട്ടാണ് പഴം തിന്നുന്നതും കൊടുക്കുന്നതും കേട്ടോ. കാര്യം എന്താണെന്നറിയോ, ഈ ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക, വീഡിയോഗ്രാഫർമാരും വീഡിയോ പിടുത്തക്കാരും എല്ലാവരും നോക്കി നിൽക്കുക. പഴം കൊടുക്കുമ്പം പഴം മുറിച്ച് കൊടുക്കണോ, കയ്യിൽ കൊടുക്കണോ, വായി കൊടുക്കണോ എന്നുള്ള ടെൻഷൻ. ഇത് തിന്നാൻ കൊടുത്തവർക്ക് ഇത് വാങ്ങി തിന്ന് ഇറക്കാൻ പറ്റുമോ, എങ്ങനെ തിന്നാൻ പറ്റുമോ, മുഴുവൻ തിന്നാൻ പറ്റുമോ, പകുതിയാണ് തിന്നേണ്ടതെന്നുള്ള ടെൻഷൻ. എല്ലാം കൂടി ഒരു ടെൻഷൻ പിടിച്ച ദിവസമാണ് കേട്ടോ ഈ കല്യാണ ദിവസം എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരു ആളാം വീതം പഴം കൊടുക്കലും പാല് കൊടുക്കലും ഒരു മത്സരം തന്നെയാണ് കേട്ടോ നമ്മുടെയൊക്കെ ചടങ്ങുകളിൽ. അത് സ്വാഭാവികമായിട്ടുള്ളതാണ് നാട്ടുനടപ്പ് പ്രകാരം. പിന്നെ അച്ഛൻ മിടുക്കനായിട്ട് വന്നിട്ട് ആ പാല് കൊടുക്കുന്നുണ്ട്. നീ അങ്ങോട്ട് മാറി നിൽക്കടി, കാലിക്കടത്തി കൊടുത്തില്ലെങ്കിൽ എന്താ, ഞാൻ സൂപ്പറായിട്ട് പാല് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അച്ഛൻ പാല് കൊടുത്തു കേട്ടോ. പിന്നെ എല്ലാവരും പാലും പഴമൊക്കെ കുടിച്ച് വയറ് നിറച്ചു. ഞാൻ മെല്ലെ വിട്ടു പന്തലിലോട്ട് കേട്ടോ. അപ്പോൾ അവിടെ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ
ജോലി സ്ഥലത്തേക്ക് എത്തണം എന്നുള്ള വെപ്രാളം കൊണ്ട് ഞാൻ വേഗം ചോറ് തിന്നുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇതാ എല്ലാവർക്കും തിരക്കാണ് കേട്ടോ. ഞാനോർത്ത് എനിക്ക് മാത്രമേ തിരക്കുള്ളൂ എന്ന്. എല്ലാവരും വെപ്രാളം പിടിച്ച് ചോറ് തിന്നുന്നതാണ് കേട്ടോ ഞാനും കണ്ടത്. എന്താണെങ്കിലും എല്ലാവരും വായിലേക്ക് നോക്കി നിന്ന സമയം കൊണ്ട് എനിക്ക് മോരുകറി വേണമെന്ന് ചോദിച്ചത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു പോയി. അയ്യടാ പറ്റിച്ചല്ലോ, മോരുകറി പോയല്ലോ എന്ന് ഞാനും ഓർത്തു കേട്ടോ. എന്തായാലും വേണ്ടില്ല, അടിപൊളി സാമ്പാറും പായസവും പപ്പടവും പുളിയിഞ്ചി എല്ലാം കൂട്ടി ഞാൻ അടിപൊളിയായിട്ട് ചോറുണ്ട്. പിന്നെ തിരിച്ച് നമ്മളെ തൊപ്പി തലയിൽ വെച്ചപ്പോൾ ഞാൻ ഓർത്തു എന്ത് മുല്ലപ്പൂ വെച്ചിട്ടും കാര്യമില്ല, എന്ത് കാട്ടിയിട്ടും കാര്യമില്ല, ഈ തൊപ്പി ഇല്ലെങ്കിൽ നമ്മളെ കാറ്റ് പോകില്ലേ. അത് ഉണ്ടെങ്കിൽ ജീവൻ നിലനിർത്താം, ഇല്ലെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും വേണ്ടില്ല. തൊപ്പി തലയിൽ വെച്ച് നമ്മൾ വീണ്ടും തിരിച്ച് കടയിലെത്തിയപ്പോൾ ഇതാ എൻ്റെ അധികാരികൾ ഇവിടെ ഉണ്ട് കേട്ടോ. അവരെല്ലാം മിടുക്കന്മാരായിട്ട് സ്കൂൾ വിട്ട് കടയിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ആദ്യക്കൂട്ടൻ എക്സാം ഉണ്ടായിരുന്നു. എക്സാമൊക്കെ കഴിഞ്ഞ് കടയിലെത്തി. മോനൂസായിരുന്നു അന്നത്തെ കാര്യക്കാരൻ കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും സോഫി ചേച്ചിയും മോനും കൂടെ ചോറുണ്ണാൻ തുടങ്ങി. എന്ന് സോഫി ചേച്ചി ഞങ്ങൾ ഒരുമിച്ചാണ് ചോറ് കഴിക്കാറുള്ളത്. സോഫി ചേച്ചി വന്നപ്പോൾ സോഫി ചേച്ചി കറിയൊന്നുമില്ല, നീ കറി കൊണ്ടുവന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ കളിയാക്കി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നേരെ പോയി നമ്മൾ അംഗനവാടിയിലോട്ട് കുടുവിനെ കൂട്ടാൻ പോയി. കുടുവിനെ കൂട്ടി നമ്മൾ എന്നും പോണ പോലെ വൈകിട്ട് നമ്മൾ തട്ടകത്തിലൊന്ന് കയറണ്ടേ. നമ്മളെ വീട്ടിലൊന്ന് കയറി തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ എന്നും കിട്ടുന്ന സഞ്ചി ഇന്നും കിട്ടിയിട്ടോ. അവിടെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കുള്ള 8ൻ്റെ പണിയായിരുന്നു അത്. പക്ഷേ ഞാനത് നന്നാക്കിയില്ല കേട്ടോ. ഞാൻ ആ മീൻ സഞ്ചി അതുപോലെ അവിടെ വെച്ചിട്ട് തിണ്ണയിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. എന്ത് ചെയ്യണം മീനെന്ന് വിചാരിച്ചിട്ട് ഇരുന്നു കേട്ടോ. എന്താണെങ്കിലും എൻ്റെ പ്രാരാബ്ദം കണ്ടിട്ടാണോ മീൻ എനിക്ക് വെക്കേണ്ടി വന്നില്ല കേട്ടോ. പിന്നെ ഏത് കല്യാണ വീട്ടിൽ പോയിട്ട് എന്ത് പായസം കുടിച്ചിട്ടും എന്ത് ബിരിയാണി എന്നിട്ടും കാര്യമില്ല, നമ്മളെ വീട്ടിൽ വന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാലും നമുക്കൊരാശ്വാസമുള്ളൂ. ആവും ടീച്ചറെ സമാധാനമായെന്നും പറഞ്ഞ് നമുക്ക് പിന്നെയും പണി തുടങ്ങാനൊരു എനർജി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, ഞാൻ എന്ത് ചെയ്തു, മീൻ സഞ്ചി അവിടെ വെച്ചപ്പോൾ എൻ്റെ കെട്ടിയൻ പറഞ്ഞു നിൻ്റെ പ്രാരാബ്ദം കണ്ട് ഞാൻ മടുത്തു, നീ വിട്ടോ, നിൻ്റെ പണിയെടുക്കാൻ മീൻകറി ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കിട്ടിയ അവസരം മുതലാക്കി ഞാൻ ചൂലും കൊണ്ട് ഓടിയിട്ടോ. പിന്നെ ഞാൻ എൻ്റെ പണികളെടുത്തു. അങ്ങനെ പിന്നെ നമ്മളെന്താ പറയുക, അങ്ങനെ നമ്മളെ പണി അങ്ങ് തീർത്തു.